നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളടക്കം 1000-ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ശക്തമായ കാറ്റിലും മഴയിലും ബന്ദിയോട് മുട്ടത്ത് 2 വീടുകൾ തകർന്നു. മുട്ടം ഗേറ്റിന് സമീപത്തെ വീടുകളാണ് തകർന്നത്. സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 13ാമത് ഉറൂസ് മുബാറക്കിന് ഈ മാസം 12-ന് കൊടിയുയരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധാര പ്രഭാഷണം നടത്തും. നെല്ലിക്കട്ട അൽ നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ 8ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനം 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൈക്രോ ഒബ്സർവർമാർക്ക് കളക്ടറേറ്റിൽ പരിശീലനം നൽകി. പൈവളികെ ചേവാർ മിത്തനടുക്ക കോളനിയിൽ കുടിവെള്ളമില്ലാതെ കോളനി നിവാസികൾ നെട്ടോട്ടത്തിൽ. 40-ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കുടിവെള്ളമില്ലാത്തത് മൂലം SC/ST കുടുംബങ്ങൾ അടക്കം ഏകദേശം 1000 കുടുംബങ്ങളാണ് ദുരിതം നേരിടുന്നത്. മഞ്ചേശ്വരം തുമിനാടിലെ 2-3 വാർഡുകളിലാണ് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. തുമിനാടിൽ 4 ബോർവെല്ലുകൾ ഉണ്ടെങ്കിലും ഒരു ബോർവെല്ലിലെ മോട്ടോർ പ്രവർത്തനരഹിതമാണ്. ബാക്കിയുള്ള 3 ബോർവെല്ലുകളിലാകട്ടെ വെള്ളം കുറവുമാണ്. ഇതേ തുടർന്നാണ് എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്താത്തത്. ജലലഭ്യതയുള്ള കുക്കാജെ അൽഫത്ത ജുമാ മസ്ജിദിന് സമീപത്ത് ബോർവെൽ കുഴിക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇനിയും നടപ്പിലായിട്ടില്ല. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിനായി ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന പ്രദേശമാണ് തുമിനാട്. ഇവിടെ നിലവിൽ രാവിലെ 5:45 മുതൽ 6 ലൈനുകളിൽ 2 മണിക്കൂർ വീതം വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങൾക്കും വെള്ളം ലഭിക്കുന്നില്ല. പ്രദേശത്ത് 2 ബോർവെല്ലുകൾ കൂടി കുഴിച്ചാൽ മാത്രമേ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ. തലപ്പാടിയിൽ നിന്നും വിതരണം ചെയ്യുന്ന വെള്ളം കുഞ്ചത്തൂർ ഉദ്യാവര പ്രദേശങ്ങളിലുള്ളവർക്കും ലഭിക്കുന്നില്ല. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികൾ വഴിയുള്ള കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനമൊരുക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2ാം വാർഡ് പിന്നെ ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ട് അവിടെ ഒരു സൗകര്യം കിട്ടിയിട്ടില്ല വെള്ളത്തിൻ്റെ. ഇവിടെ 1000-കണക്കിന് വീടുള്ള ഒരു സ്ഥലമാണ് തുമിനാട്. വെള്ളത്തിന് വല്ലാത്ത ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബോർ ആവശ്യമുണ്ടായിരുന്നു. ഒരു 2 ബോർ ഇവിടെ ഉണ്ട് ഓൾറെഡി. അതിന് ഒന്നിന് വെള്ളം കുറവാണ്, ഒന്നിന് വെള്ളമുണ്ട്. അത് എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ തുമിനാടിൽ വെള്ളത്തിൻ്റെ ഒരു ST 1000-കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാ ജാതി മതക്കാരുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു വെള്ളം അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. ശക്തമായ കാറ്റിലും മഴയിലും ബന്ദിയോട് മുട്ടത്ത് 2 വീടുകൾ തകർന്നു. മുട്ടം ഗേറ്റിന് സമീപം താമസിക്കുന്ന സരസ്വതി അമ്മ, ജാനകി എന്നിവരുടെ വീടുകളാണ് തകർന്നത്. സരസ്വതി അമ്മയുടെ ഓടുവെച്ച വീടാണ് തകർന്നത്. മകൻ ജയചന്ദ്രൻ, ഭാര്യ ധർമ്മിണി, മക്കളായ യജ്ഞേഷ്, ശ്രേയസ് എന്നിവരായിരുന്നു അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു. തകർന്ന വീടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രമുഖ ആത്മീയ പണ്ഡിതൻ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 13ാമത് ഉറൂസ് മുബാറക്കിന് ഈ മാസം 12-ന് കൊടിയുയരും. സന്നദ്ധാന മഹാസമ്മേളനത്തോടെ 15-ന് വൈകിട്ട് സമാപിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തും. ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി 4 ദിവസങ്ങളിലായി സിയാറത്ത്, മതപ്രഭാഷണ പരമ്പര, മഹൽറത്തുൽ ബദരിയ, മജ്ലിസ് റാത്തീബ്, മൗലീദ് പാരായണം, ഖത്മുൽ ഖുർആൻ, ഇശൽ വിരുന്ന് തുടങ്ങിയ പരിപാടികൾ നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് പരിപാടികൾക്കായി നടത്തിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ മതപണ്ഡിതരും വാഗ്മികളുമടക്കം നിരവധി പ്രമുഖർ 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. 13ാമത് ഉറൂസ് മുബാറക്ക് ഈ മാസം 12 വെള്ളിയാഴ്ച നാളെ ആരംഭിക്കുകയാണ്. 15-ന് സന്നദ്ധാന സമ്മേളനത്തോടെ ഈ പരിപാടി സമാപിക്കും. 12-ന് രാവിലെ 9 മണിക്ക് പതാക ഉയർന്നതോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. 15-ാം തീയതി വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടിയാണ് പരിപാടി സമാപിക്കുന്നത്. ഖത്മുൽ ഖുർആൻ സദസ്സിൻ്റെ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം
സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂർ നിർവഹിക്കും. അന്ന് 4:30 അനുസ്മരണ സമ്മേളനം സയ്യിദ് ഹസൻ ലഹദൽ തങ്ങളുടെ അധ്യക്ഷതയിൽ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് താഹ തങ്ങൾ തലീക്കര ഉദ്ഘാടനം ചെയ്യും. മുഹിമ്മാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, സയ്യിദ് മുനീറുൽ അഹ്ദൽ, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുൽ ഖാദിർ സക്കാഫി മൊഗ്രാൽ, മൂസ സക്കാഫി കളത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലിക്കട്ട അൽ നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ 8ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനം 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഖുർആൻ കലാവിരുന്നും അൽനൂർ കുടുംബ സംഗമവും നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ മതരാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ പങ്കെടുക്കും. ഈ വർഷം സ്ഥാപനത്തിൽ നിന്ന് ആദ്യ ബാച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ സ്ഥാപനം അവരെ മദീനയിൽ ഉപരിപഠനം നടത്താനായി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈജിപ്തിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റി, ലക്നൌവിലെ നെദ്വ യൂണിവേഴ്സിറ്റി എന്നിവയുമായും അൽ നൂറിനിക്ക് അഫിലിയേഷൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 14 ഞായറാഴ്ച നെല്ലിക്കട്ട അൽനൂറിൻ്റെ അങ്കണത്തിൽ നടത്തപ്പെടാനിരിക്കുന്ന അക്കാദമിയുടെ 8ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനത്തിൽ പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളും ഒരുമിക്കും. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, കൽഹത്ത് അലി, ഇബ്രാഹിം നെല്ലിക്കട്ട, മൂസ ബി ശർക്കല, ആമിർ നദ്വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകനെ സഹായിക്കുന്ന മൈക്രോ ഒബ്സർവർമാർക്ക് കളക്ടറേറ്റിൽ പരിശീലനം നൽകി. ജില്ലാ വരണാധികാരി ഡോക്ടർ D സജിത് ബാബു, നോഡൽ ഓഫീസർ K വിനോദ് കുമാർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ പ്രശ്നബാധിതമെന്ന് നിർണയിച്ച 71 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് മൈക്രോ ഒബ്സർവർമാരെ നിയമിക്കുന്നത്. ഇതിനായി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശ്നബാധിതമെന്ന് നിർണയിച്ച പോളിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ എത്തുന്നത് മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മൈക്രോ ഒബ്സർവർമാർ സൂക്ഷ്മമായി വിലയിരുത്തി പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷകന് റിപ്പോർട്ട് ചെയ്യും. ന്യൂസ് ഡെസ്ക് KCN. പൈവളികെ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ചേവാർ മിത്തനടുക്ക കോളനിയിൽ കുടിവെള്ളമില്ലാതെ കോളനി നിവാസികൾ നെട്ടോട്ടമോടുന്നു. 40ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. ജലനിധിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം കുടുംബങ്ങൾ പഞ്ചായത്തിൽ പണം അടച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെയുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. കുടിവെള്ളമില്ലാതെ എങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിക്കുമെന്നാണ് കോളനിവാസികളുടെ ചോദ്യം. 5 വർഷം മുൻപ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കോളനിയിൽ ഒരു കുഴൽക്കിണറും ഒരു വാട്ടർ ടാങ്കും നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇവ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കുഴൽക്കിണറും ടാങ്കും നിർമ്മിച്ചു എന്നല്ലാതെ വെള്ളം ലഭിച്ചിട്ടില്ലെന്ന് കോളനിവാസികൾ പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും ഈ ഭാഗത്തേക്ക് ഇതുവരെയായും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എല്ലാ വീട് കയറുമ്പോൾ വീട്ടിൻ്റെ ഒരു അവസ്ഥ പറയുന്നത് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടുത്തെ 30-35 വീട്ടുകാർ ഇവിടെ ജലനിധിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീട്ടുകാരും പൈസ അടിച്ചിട്ടുണ്ട്. പക്ഷെ പൈസ അടിച്ചതല്ലാതെ ഒരു വീട്ടിലേക്കും ജലനിധിൻ്റെ ഒരു വെള്ളം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇവർ 5-6 വർഷത്തിന് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ടാങ്കി പിന്നെ ബോറലിട്ടിട്ട് ഇവിടെ അതിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ആക്കി കൊടുത്ത്. പക്ഷെ അത് വെള്ളത്തിൻ്റെ സൗകര്യം ആക്കി കൊടുത്ത് വലിയ ആൾക്കാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് പോയി എന്നല്ലാതെ 6-7 വർഷം ഇന്നേ വരെ ഒരു കുടിവെള്ളം ഇന്നേ വരെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ജലനിധിക്ക് അടച്ച പണം കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു കിണർ കുഴിക്കാമായിരുന്നു എന്നാണ് കോളനിവാസികൾ പറയുന്നത്. തങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുവാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ന്യൂസ് ഡെസ്ക് KCN. സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരണങ്ങളുമായി ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന അച്ചു നായന്മാർ മൂലയ്ക്ക് നൽകി KS അലി തങ്ങൾ നിർവഹിച്ചു. ജാസ്മിൻ ഗ്രൂപ്പ് ഡയമണ്ട് സെക്ഷൻ ചെയർമാൻ അബ്ദുൽ റഹ്മാന് നൽകി ഡയമണ്ട് ആഭരണങ്ങളുടെ ആദ്യ വിൽപ്പനയും KS അലി തങ്ങൾ നിർവഹിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കരീം സിറ്റി ഗോൾഡ്, NA അബൂബക്കർ, ഷാനവാസ് പാദൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കബീർ, ഡയറക്ടർ ഷാനവാസ്, അബ്ദുൽ സലാം TB, ഭരതൻ എന്നിവർ സംസാരിച്ചു.
വ്യാപാര മേഖലയിൽ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണ്. കാസർഗോഡിന് തിലക് കുറി ചാർത്താൻ ആൻറ്റിക് ഗോൾഡൻ ഡയമണ്ട് മറിയം ട്രേഡ് സെൻറ്ററിൽ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. മറിയം ട്രേഡ് സെൻറ്ററിൽ വ്യാപാര മേഖല പട്ടണത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടത്തിന്, കാസർഗോഡിൻ്റെ കുതിച്ചുചാട്ടത്തിന് ഉതകുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആയതുകൊണ്ട് അതിലേക്കാണ് ആൻറ്റിക് ഗോൾഡൻ ഡയമണ്ട് എന്ന പുതിയ സ്ഥാപനം ഇന്ന് കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് സമർപ്പിക്കുന്നത്. ഇനാഗ്രേഷൻ ഓഫർ പ്രമാണിച്ച് ഇന്ന് ഞങ്ങൾ ഓരോ പവൻ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി എല്ലാ കസ്റ്റമേഴ്സിനും നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിക് ആൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പുത്തൻ ഡിസൈനുകളുടെ ഒരു ശേഖരം തന്നെയാണ്. നമ്മളുടെ ഈ പുതിയൊരു സംരംഭം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു സ്വർണം നിങ്ങളെ എത്തിക്കാം. അതായത് ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങളിൽ നമ്മൾ ഉപഭോക്താക്കളിൽ എത്തിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. ന്യൂസ് ഡെസ്ക് KCN. പള്ളഞ്ചി പുതിയ കണ്ടം ഇടയില്യം തറവാട് ശ്രീ വയനാട്ടുകുലുവൻ തെയ്യംകെട്ട് മഹോത്സവം 16, 17, 18 തീയതികളിലായി നടക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. 17-നാണ് കോരച്ചൻ കണ്ടനാർക്കേളൻ ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്ങളുടെ വെള്ളാട്ടം. 18-ന് പുലർച്ചെ ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കലും നടക്കും. തുടർന്ന് ശ്രീ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും ശേഷം മറപിളർക്കൽ ചടങ്ങും നടക്കും. ന്യൂസ് ഡെസ്ക് KCN. വിഷുവിനെ വരവേൽക്കാൻ വിഷരഹിത വിഭവങ്ങളുമായി കുടുംബശ്രീ പ്രവർത്തകർ. വിഷുചന്തയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. വിഷുവിനെ വരവേൽക്കാൻ വിഷരഹിത വിഭവങ്ങളുമായി കുടുംബശ്രീ പ്രവർത്തകർ. വിഷുചന്തയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകർ സ്വന്തമായി കൃഷി ചെയ്തെടുത്ത ജൈവ പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വിവിധ തരത്തിലുള്ള ഉടുപ്പുകളും കൊണ്ട് സമ്പന്നമാവുകയാണ് വിഷുചന്ത. വിവിധ തരത്തിലുള്ള പായസങ്ങളും വിഷുചന്തയുടെ പ്രത്യേകതയാണ്. സ്റ്റാളുകളിലായാണ് വിൽപ്പന നടത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മായം കലർന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടഞ്ഞു നിർത്തുന്നതിനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഉത്സവകാലങ്ങളിൽ ഇത്തരം ചന്തകൾ നടത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പച്ചക്കറി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ, കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ടാക്കിയ പച്ചക്കറികൾ നമ്മളുടെ നാട്ടിലെ എല്ലാവർക്കും നല്ല വിഷം കലരാത്ത പച്ചക്കറി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ന് ഈ ചന്ത ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ല പച്ചക്കറികൾ മാത്രം വിറ്റുകൊണ്ട് എല്ലാ കുടുംബശ്രീക്കാരെയും എല്ലാ നാട്ടുകാരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പച്ചക്കറി വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. പുതിയകോട്ട ടൗൺ ഹാളിന് സമീപത്താണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. പ്രവർത്തനങ്ങൾക്ക് CDS വൈസ് ചെയർപേഴ്സൺ P മീനാക്ഷി, PV രത്നാവതി, K വിമല, C ശശികല, P സുധ എന്നിവർ നേതൃത്വം നൽകി. രാജപുരം കൊട്ടോടിപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞു വരികയാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. രാജപുരം കൊട്ടോടിപ്പുഴയിൽ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. നീരൊഴുക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൊട്ടോടിയിലെ പ്രദേശവാസികൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ശുദ്ധജല പദ്ധതിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് മാലിന്യം കലർന്ന നിറം മങ്ങിയ വെള്ളമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ശുദ്ധജല പദ്ധതിയിൽ 51 ഗാർഹിക കണക്ഷനും 10 പൊതു ടാപ്പുമാണ് ഉള്ളത്. പദ്ധതി ആരംഭിച്ച് ആദ്യഘട്ടങ്ങൾ പിന്നിടുമ്പോൾ എല്ലായിടത്തേക്കും കൃത്യമായി ശുദ്ധജലം ലഭിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ മൂലം ദൂരപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം നിലയ്ക്കുകയും പമ്പ് ഹൗസിന് 2 കിലോമീറ്റർ ദൂരം വരെ വിതരണം ഒതുങ്ങുകയും ചെയ്തു. ചിലയിടങ്ങളിൽ പൈപ്പുകൾ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവയ്ക്ക് പരിഹാരമായി പുതിയ പൈപ്പുകളും മോട്ടോറുകളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മലിനമായ ജലമാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നുവെന്ന പരാതി ഉയർന്നു വരികയാണ്. പമ്പ് ഹൗസിലെ കിണറ്റിൽ ബ്ലീച്ചിംഗ് പൗഡർ കലർത്തുന്നുവെന്ന പരാതിയും ഉണ്ട്.
വേനൽ കടുക്കുമ്പോൾ മലയോര പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമെന്നതിൽ തർക്കമില്ല. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് മലയോരവാസികൾ. അവധിക്കാലം ആഹ്ലാദകരവും വിജ്ഞാനപ്രദവുമാക്കാൻ കുഞ്ഞരങ്ങ് 2019 ഒരുങ്ങിക്കഴിഞ്ഞു. മുക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പ്രവർത്തന പരിപാടികൾക്ക് തുടക്കമായി. വേനൽ അവധിക്കാലം കുരുന്നുകൾക്ക് ഏറെ ആഹ്ലാദകരമാക്കാൻ കുഞ്ഞരങ്ങ് 2019 ഒരുങ്ങിക്കഴിഞ്ഞു. സമഗ്ര ശിക്ഷ കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ കുഞ്ഞരങ്ങ് 2019 തുടക്കമായി. സ്കൂളിൽ നടന്ന പരിപാടി പ്രഥമാധ്യാപകൻ K. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലത്തിന്റെ ആദ്യ ആഴ്ചയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി 1 മുതൽ 4 വരെ ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും 15ഓളം രക്ഷിതാക്കളും മുഴുവൻ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ഈ അധ്യയന വർഷത്തിലെ അവധി തുടങ്ങുന്ന ദിവസം തന്നെ രക്ഷിതാക്കൾക്കായി പ്രത്യേക ക്ലാസും ഒരുക്കിയിരുന്നു. കുട്ടികൾക്കായുള്ള പ്രവർത്തന പാക്കേജ് നൽകുകയും ചെയ്തിരുന്നു. ഡയറി എഴുത്ത്, പത്രവായന, റേഡിയോ, TV എന്നീ മാധ്യമങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന പ്രധാന വാർത്തകൾ രേഖപ്പെടുത്തുക, ലൈബ്രറി പുസ്തക വായന, പ്രകൃതി നടത്തം, ഓരോ ദിവസവും കളിച്ച കളികളുടെ പേര്, വീട്ടുജോലികളിൽ സഹായിക്കൽ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, പക്ഷികൾക്ക് കുടിവെള്ളമൊരുക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ അധ്യാപികമാർ വിലയിരുത്തി. കുട്ടികൾ എഴുതിയ ഡയറി അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും അവധി ദിവസങ്ങളിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കടലാസ് തൊപ്പിയണിഞ്ഞ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായപ്പോൾ കുഞ്ഞരങ്ങ് സജീവമായി. അവധിക്കാല വായനയ്ക്കായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുതിയ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് കൂടിച്ചേരൽ അവസാനിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്തടുത്ത വീടുകളിലെ കുട്ടികൾ തങ്ങൾക്കു കിട്ടിയ പുസ്തകങ്ങൾ പരസ്പരം കൈമാറി വായിക്കണമെന്ന നിർദ്ദേശവും കുട്ടികൾക്ക് നൽകി. അധ്യാപികമാരായ ജിഷ, പ്രീത, സനിത, ആയിഷ, മദർ PTA പ്രസിഡന്റ് സുനിത ശാന്തകുമാർ, വൈസ് പ്രസിഡന്റ് സുനിത പ്രകാശൻ, സൗമ്യ ഷൈജു, സൗമ്യ KV എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വായനാക്കുറിപ്പുകളും അവധിക്കാലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി മെയ് 2 എല്ലാ കുട്ടികളും വീണ്ടും സ്കൂളിലെത്തും. അന്നാണ് കുഞ്ഞരങ്ങിന്റെ 2ാം ഘട്ട ഒത്തുചേരൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളടക്കം 1000ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ശക്തമായ കാറ്റിലും മഴയിലും ബന്ദിയോട് മുട്ടത്ത് 2 വീടുകൾ തകർന്നു. മുട്ടം ഗേറ്റിന് സമീപത്തെ വീടുകളാണ് തകർന്നത്. സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 13ാമത് ഉറൂസ് മുബാറക്കിന് ഈ മാസം 12-ന് കൊടിയുയരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധാര പ്രഭാഷണം നടത്തും. നെല്ലിക്കട്ട അൽ നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ 8ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനം 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൈക്രോ ഒബ്സർവർമാർക്ക് കളക്ടറേറ്റിൽ പരിശീലനം നൽകി. പൈവളികെ ചേവാർ മിത്തനടുക്ക കോളനിയിൽ കുടിവെള്ളമില്ലാതെ കോളനി നിവാസികൾ നെട്ടോട്ടത്തിൽ. 40ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.